ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പിക്കിളാണ്. ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ എന്താണെന്ന് ഞാൻ തന്നെ പറയാം. നല്ല ജാതിക്ക കൊണ്ടുള്ളൊരു പിക്കിളാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഗ്യാസ് ട്രബിളിനും അസിഡിറ്റിക്കും ദഹനത്തിനും എല്ലാം പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പിക്കിളാണ്. നമുക്ക് എങ്ങനെയാണ് ഈ പിക്കിൾ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജാതിക്ക അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് വിനാഗിരി, ഒരു 10-20 വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുക്, കറിവേപ്പില, കായപ്പൊടി, നല്ലെണ്ണ. പിന്നീട് ഇവിടെ ഒരു 1.5 കിലോയോളം ജാതിക്ക അരിഞ്ഞ് കഴുകി എടുത്തു വെച്ചിട്ടുള്ളതാണ്. ജാതിക്ക അച്ചാർ നമുക്കിനി തയ്യാറാക്കാം. ചുവട് കട്ടിയുള്ളൊരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു ചെറിയ കപ്പിന് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 10-30 അല്ലിയോളം വെളുത്തുള്ളിയുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും ചേർക്കാം. വെളുത്തുള്ളിയൊക്കെ നല്ലതാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, ഏകദേശം ഒരു ചെറിയ ബൗളിന് മുളക് പൊടിയുണ്ട്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് ഈ മസാലയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കത്തില്ല, വിനാഗിരി മാത്രമേ ചേർക്കൂ. ഇനി ഇതിലേക്ക് കഴുകി ഉപ്പിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ജാതിക്ക ചേർത്ത് കൊടുക്കാം. ജാതിക്ക നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കായപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം കായപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർത്താൽ പെട്ടെന്ന് കേടായിപ്പോവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഇറങ്ങി ഒന്ന് വേവാനായിട്ട് ഇത് അടച്ചു വെച്ച് ഒന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ്. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ജാതിക്ക അച്ചാറിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ജാതിക്കയൊക്കെ. അങ്ങനെ ജാതിക്ക അച്ചാർ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്, അസിഡിറ്റിക്കും ദഹനത്തിനുമൊക്കെ പറ്റിയ നല്ല ഔഷധ ഗുണമുള്ള ഒരു അച്ചാറാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ. എല്ലാവരും വീട്ടിൽ ഈ ജാതിക്ക അച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.